4 പേർക്കാണ് പുതിയ ജീവന് വേണ്ടി ഈ ചെറിയ കുഞ്ഞിൻ്റെ 10 മാസം പ്രായമുണ്ടായിരുന്ന ആലിൻ്റെ ആ അവയവം ദാനം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ദാതാക്കളുടെ ശസ്ത്രക്രിയയൊക്കെ എപ്പോഴാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ വെച്ചിരിക്കുന്നത്? ആർക്കൊക്കെയാണ് ഈ അവയവദാനം നടത്തുന്നത്? സനീഷ്, ഇപ്പോൾ 10 മാസം പ്രായമുള്ള കുഞ്ഞ് 5 പേർക്ക് പുതുജീവൻ നൽകുമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും 10 വയസ്സുള്ള കുട്ടിക്കാണ് ഇപ്പോൾ ഈ 10 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വൃക്ക നൽകുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ മരിച്ച കുട്ടി ആലിൻ ഷെറിൻ എബ്രഹാം, ഈ 10 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ 2 വൃക്കകൾ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള 10 വയസ്സുള്ള കുട്ടിക്കാണ് അവയവദാനമായി നൽകുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് ശരീരഭാഗങ്ങളും, അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കരളാണ്. കരളും കിംസ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് കരൾ നൽകുന്നത്. ഒപ്പം തന്നെ മറ്റ് അവയവങ്ങൾ കൂടിയുണ്ട്. ഹൃദയവാൽവ്, 2 നേത്ര പടലങ്ങൾ. ഈ അവയവങ്ങളിൽ ഒന്ന്, ഈ 2 നേത്രപടലങ്ങൾ, അത് അമൃത ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെയുള്ള മറ്റൊരു രോഗിക്കാണ് ഈ കണ്ണിൻ്റെ പടലങ്ങൾ നൽകുന്നത്. ഒപ്പം തന്നെ നേത്രപടലങ്ങൾ നൽകുന്നത്. പിന്നീടുള്ളത് ഹൃദയവാൽവാണ്. ഹൃദയവാൽവും തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് ആർക്കാണ് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ മറ്റ് ശരീരഭാഗങ്ങൾ ആർക്കൊക്കെയാണ് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരഭാഗങ്ങൾ വഹിച്ചുള്ള ആംബുലൻസ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയം തിരുവല്ല വഴിയാണ് തിരുവനന്തപുരത്തേക്ക് ഈ ആംബുലൻസ് പ്രവേശിക്കുന്നത്. ഇതിൻ്റെ റൂട്ട് മാപ്പ് ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഈ പറയുന്ന രീതിയിലാണ്. കുന്നുംപുറത്താണ് എറണാകുളം അമൃത ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അവിടെ വഴി നേരെ എടപ്പള്ളി സിഗ്നലിലേക്ക്, എടപ്പള്ളി വഴി പാലാരിവട്ടം കടന്ന് വൈറ്റില ജംഗ്ഷനിലേക്ക് എത്തും. വൈറ്റില ജംഗ്ഷൻ വഴി NH വഴിയിൽ കൂടെ തന്നെ കുണ്ടന്നൂരെത്തും. കുണ്ടന്നൂരിൽ നിന്ന് തിരിഞ്ഞ് തൃപ്പൂണിത്തുറ ബൈപ്പാസിലേക്ക് കടക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതുവഴി തൃപ്പൂണിത്തുറ ബൈപ്പാസ് വഴി പിന്നീട് കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കും. കാഞ്ഞിരമറ്റത്തിലേക്ക് കയറി തലയോലപ്പറമ്പ്, കടത്തുരുത്തി, ഏറ്റുമാനൂർ, കോട്ടയം, അങ്ങനെയാണ് കോട്ടയം ജില്ലയിലൂടെയുള്ള സഞ്ചാരം. കോട്ടയം ജില്ല പിന്നിട്ടതിന് ശേഷം ചങ്ങനാശ്ശേരിയിലേക്ക് കടക്കും. ചങ്ങനാശ്ശേരി വഴി MC റോഡ് വഴി തിരുവല്ല, ചെങ്ങന്നൂർ പ്രവേശിച്ച് അടൂരിലേക്ക് കടക്കും. അടൂർ, കൊട്ടാരക്കര, കിളിമാനൂർ, വെഞ്ഞാറമൂട് എത്തിയതിനു ശേഷം കഴക്കൂട്ടം NH വഴി നേരെ കിംസിലേക്കാണ് ആദ്യം ആംബുലൻസ് പ്രവേശിക്കുക. KL 07DF 3177 എന്നാണ് ആംബുലൻസിൻ്റെ നമ്പർ. കിംസ് ആശുപത്രിയിലെത്തി ഈ കരൾ നൽകിയതിന് ശേഷം അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് എത്തും. അവിടെ തന്നെയാണ് 2 ആശുപത്രി. ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെയാണ് 2 ആശുപത്രിയും സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് SAT ആശുപത്രി, മറ്റേത് ശ്രീചിത്ര ആശുപത്രി. ഈ 2 ആശുപത്രിയിലേക്കും വേണ്ട അവയവങ്ങൾ ദാനം നൽകിയതിന് ശേഷമായിരിക്കും ആംബുലൻസ് മടങ്ങുക. ഇതിനോടകം തന്നെ ഈ അവയവദാനം ചെയ്യുന്നവർ ചികിത്സയ്ക്കായി അല്ലെങ്കിൽ ഓപ്പറേഷനായി തയ്യാറാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. സനീഷ്, ശരി, നന്ദി ഹാൻസ്. ആ വിവരങ്ങൾക്ക് ഏതായാലും മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെയും ഈ ആംബുലൻസ് ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും, തിരുവനന്തപുരത്തേക്ക് എത്തും. മറ്റു കാര്യങ്ങൾ അവിടെയെല്ലാം സജ്ജമാണ്.